ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇന്ത്യ മടക്കി അയച്ചതായി റിപ്പോർട്ട്. പിടികൂടുന്നവരെ വ്യോമസേന വിമാനങ്ങളിൽ അതിർത്തിയിലെത്തിക്കും, എന്നിട്ടത് അവരെ BSFന് കൈമാറും. മടക്കി അയക്കുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് ഇമിഗ്രേഷൻ ഡാറ്റയുമായി ബന്ധിപ്പിക്കുമെന്നും അറിയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പറയൂ. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യയിൽ തങ്ങുന്നവരെ മടക്കി അയക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് നിരവധി ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരും ഇന്ത്യയിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. ഇവർക്കെതിരായുള്ള നടപടികളും കടുപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള കാലയളവിൽ ഏതാണ്ട് 2000-ഓളം ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യ മടക്കി അയച്ചു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 2000-ഓളം പേർ സ്വമേധയാ ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോകാനും തയ്യാറായിട്ടുണ്ട്. ഇപ്പോഴും ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ 2000-ഓളം പേരിൽ ഏതാണ്ട് പകുതിയോളം പേരെയും പിടികൂടിയിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്. കൂടാതെ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അനധികൃതമായി യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാതെ അല്ലെങ്കിൽ വ്യാജരേഖകളുമായി ഇന്ത്യയിൽ തങ്ങുന്ന അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ പ്രധാനമായും 3 അതിർത്തി സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ വഴി ബംഗ്ലാദേശിലേക്ക് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പിടികൂടുന്നവരെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനത്തിൽ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ എത്തിച്ച് BSFന് കൈമാറും. തുടർന്ന് അവിടെയുള്ള ക്യാമ്പിൽ അവരെ പാർപ്പിക്കും. തുടർന്ന് ഭക്ഷണവും അത്യാവശ്യത്തിന് ബംഗ്ലാദേശി കറൻസിയും അവർക്ക് നൽകിയാണ് അതിർത്തി കടത്തി വിടുന്ന നടപടി ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പോകുന്നവർ പിന്നീട് മടങ്ങി എത്തുന്ന സാഹചര്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിനായി ഇവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഇമിഗ്രേഷൻ ഡാറ്റയുമായി ബന്ധിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാജ്യവ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.